നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ CPM-ൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. കാരണം തോൽവി പരിശോധിച്ച് വരുമ്പോൾ അതിൻ്റെ ഇരയായി മാറുന്നത് ഗോവിന്ദനാണ്, പാർട്ടി സെക്രട്ടറി. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു ദിവസം മുൻപ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയല്ലോ, RSS ബന്ധമാണ് ഈ തോൽവിയുടെ പ്രധാന കാരണമായി ഈ CPM ചൂണ്ടിക്കാട്ടുന്നത്. CPM-ലെ ഈ ഗോവിന്ദൻ വിരുദ്ധർ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അതിൽ വാസ്തവമുണ്ടോ? അതിൽ വാസ്തവമുണ്ടോ എന്ന് പറയുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സമിതിക്ക് മുമ്പായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് MP ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായി. അവിടെ ഈ ഗോവിന്ദൻ്റെ അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി ഈ അനിവാര്യമായ RSS ബന്ധം. അതാണ് അവിടെ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഗോവിന്ദനെ സംരക്ഷിക്കാനും ഗോവിന്ദന് പ്രതിരോധമൊരുക്കാനും പതിവ് പോലെ മുഖ്യമന്ത്രി എത്തിയില്ല. മുഖ്യമന്ത്രിയുടെ പങ്കെടുത്ത യോഗമാണ്. അത് മാത്രമല്ല, സംസ്ഥാന സമിതി യോഗത്തിന് മുമ്പ് നടന്ന സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് PK ശ്രീമതിയും ഇതിൽ പങ്കെടുത്തു. അപ്പോൾ ഒരർത്ഥം പറഞ്ഞാൽ ഉള്ളുകൊണ്ട് പിണറായിയോട് വെറുപ്പും വിരോധവുമുള്ള ആൾക്കാരൊക്കെ ഏതാണ്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ അടിക്കാനുള്ള വടി ഉപയോഗിച്ച് ഗോവിന്ദനെ അടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രിയാകട്ടെ ഗോവിന്ദനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരാതെ സമർത്ഥമായിട്ട്. അതിനിടയിൽ തന്നെ മറ്റൊരു വാർത്ത വന്നിരുന്നു, മൈക്ക് കണ്ടാൽ എന്തും വിളിച്ചു പറയാമെന്ന് ആരും കരുതണ്ടെന്ന് പിണറായിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് വോട്ടെണ്ണുന്നതിന് മുമ്പ് പിണറായി പറഞ്ഞതാണത്. അതുമൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. മാത്രമല്ല, അവിടെ പിണറായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞത് അൻവറിൻ്റെ ഈ ചതിയുണ്ടല്ലോ, അത് വേണ്ട വിധത്തിൽ അവിടെ മണ്ഡലത്തിൽ ചർച്ച ചെയ്തില്ല, അത് വേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് വളഞ്ഞ വഴിക്ക് ഗോവിന്ദന് ഒരു പ്രതിരോധമാണത്. മണ്ഡലത്തിലുള്ള ആൾക്കാർ, ഇതിൻ്റെ ചുമതല വഹിച്ച വിജയരാഘവനെ പോലെയുള്ളവർ, അദ്ദേഹത്തിനായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് ചുമതല, അവിടെ ഈ അൻവർ ചെയ്ത ചതി വേണ്ട രീതിയിൽ അവിടെ പ്രചരിപ്പിച്ചില്ല, അത് ചർച്ച ചെയ്തില്ല എന്ന ഒരു പരാതിയാണ് പിണറായി വിജയൻ ഉന്നയിച്ചത്. MP ഗോവിന്ദനാകട്ടെ ഏതാണ്ട് അത് പൂരിപ്പിക്കുന്ന മട്ടിൽ അൻവർ ഒരു 5000 വോട്ട് നേടും എന്നേ കണക്ക് കൂട്ടിയിരുന്നുള്ളൂ. അത് ഇത്രയും വോട്ട് നേടും എന്ന് പ്രതീക്ഷിച്ചില്ല. ആ വോട്ട് വാസ്തവത്തിൽ CPM-ന് കിട്ടേണ്ട വോട്ടായിരുന്നു. അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല, പകരം അൻവർ ആ വോട്ട് നേടി എന്നാണ്. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഗോവിന്ദൻ ഒറ്റയ്ക്കായപ്പോൾ ഗോവിന്ദൻ വളരെ കൃത്യമായിട്ട് തിരിച്ചൊരു പണി വെച്ചു. അൻവർ എന്തിനാണ് LDF വിട്ടുപോയത്? പിണറായി വിജയനോട് പിണങ്ങി, പിണറായി വിജയൻ്റെ ഓഫീസിനോട് പിണങ്ങി, P ശശിയോടും പോലീസിനോടുമൊക്കെ പിണങ്ങിയിട്ടാണ് അൻവർ പുറത്തു പോകുന്നത്. അൻവറിൻ്റെ പല കച്ചവടങ്ങളും നടക്കുന്നില്ല, പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരുന്നു. അതൊക്കെ പരാതി പറഞ്ഞിട്ട് ഇവരാരും കേൾക്കുന്നില്ല. പ്രത്യേകിച്ചും സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള സംഗതികൾ അൻവർ ഉയർത്തിയ പരാതി അതൊക്കെയാണല്ലോ, അത് നമ്മളാരും പറയുന്നതല്ലല്ലോ. അതിനൊന്നും പരിഹാരമുണ്ടായില്ല. അങ്ങനെയാണ് അൻവർ പാർട്ടി വിട്ട് പുറത്തു പോകുന്നത്, LDF ബന്ധം ഉപേക്ഷിച്ച് പുറത്തു പോകുന്നത്. ആ ചതിയനായ അൻവറിനെ വേണ്ട രീതിയിൽ തുറന്നു കാട്ടുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നാണ് പിണറായി പറയാതെ പറഞ്ഞത്. ഗോവിന്ദൻ പറഞ്ഞത് എന്താ? ഈ പറഞ്ഞതുപോലെ അൻവർ 5000 വോട്ടേ പിടിക്കുകയുള്ളൂ എന്ന് കരുതി ബാക്കി വോട്ടുകൾ നമുക്ക് കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടാതെ പോയി. എന്ന് വെച്ചാൽ ഞങ്ങളാരുമല്ല ഇതിന് ഉത്തരവാദി, നിലമ്പൂരിൽ ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാർക്കുണ്ടായ വീഴ്ചയാണ് എന്നാണ്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഗോവിന്ദൻ അവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഗോവിന്ദൻ. പാർട്ടി വോട്ട്, ഗോവിന്ദനല്ല, സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത ആൾക്കാർ പറഞ്ഞു പാർട്ടി വോട്ടുകൾ അവിടെ ചോർന്നിട്ടുണ്ട്. അതിന് കാരണം ഗോവിന്ദൻ്റെ അനവസരത്തിലുള്ള പ്രസ്താവനയാണ്. അല്ല, ഈ ഗോവിന്ദനായാലും EP ജയരാജനായാലും ഇത്തരം പ്രസ്താവനകൾ നിരന്തരം നടത്തുകയാണല്ലോ. കാരണം അവരുടെ മണ്ടൻ ഇത്തരം പ്രസ്താവനകളാണ് പാർട്ടിയെ വലിയ രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നത്. അത് നമുക്ക് മണ്ടത്തരമാണെന്ന് തോന്നും, പക്ഷെ അത് മണ്ടത്തരമല്ല. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, ആർക്കോ വേണ്ടി ചെയ്യുന്നതാണ്. അത് നമുക്കറിയാം. സ്വരാജ് അവിടെ പരാജയപ്പെട്ടാൽ സ്വരാജിൻ്റെ ഭാവി എന്തായിത്തീരും എന്ന് നമുക്കറിയാം. സ്വരാജിനെ ചിലപ്പോൾ ഒരു രാജ്യസഭാ സീറ്റൊക്കെ കൊടുത്ത് ഡൽഹിക്ക് വിടും, അല്ലേ? പിന്നെ കുറച്ച് നാളത്തേക്ക്, ഒരു 5-6 കൊല്ലത്തേക്ക് കേരളത്തിൽ ശല്യമൊന്നും ഉണ്ടാകില്ല, അവിടെ നിന്നോളും. അത് ആർക്കാണ് ഗുണം ചെയ്യുക? ഇതൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും.
ഇവിടെയും അതുപോലെ തന്നെ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ പറഞ്ഞത് പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് ചോർന്നു? അത് ഈ ഗോവിന്ദൻ്റെ അനവസരത്തിലുള്ള പ്രസ്താവനയാണ്. ഈ പ്രസ്താവന ഗോവിന്ദൻ ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ളതായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ ചർച്ച. എന്തായാലും പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ നേരിട്ട് ഗോവിന്ദനെ സംരക്ഷിക്കാൻ, പ്രതിരോധിക്കാൻ വരാതെ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരാതെ വളഞ്ഞ വഴിയിൽ ചില ശ്രമങ്ങളൊക്കെ അദ്ദേഹവും നടത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് മാത്രമല്ല, ഈ ഗോവിന്ദൻ്റെ ഈ പാർട്ടി വോട്ടുകൾ ചോർന്നതിന് കാരണം ആയിട്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത് വളരെ വലിയ രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് മാത്രമല്ല, ഈ നിലമ്പൂർ ഫലം CPM-നുള്ളിൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഇത് എവിടെയാണ് പിഴച്ചിരിക്കുന്നത്? ഇവരെ ഏറ്റവും കൂടുതൽ ഇവരെ ഭയപ്പെടുത്തുന്നത് അൻവറിൻ്റെ 19,000 ചില്ലാന വോട്ടുകൾ. ആ വോട്ടുകൾ ഒരു കാരണവശാലും, കാരണം അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വോട്ടുകൾ പാർട്ടിക്ക് കിട്ടുമായിരുന്നു. അൻവർ കൂടെ ഇല്ലാതായപ്പോൾ അത്രയും വോട്ട്, അൻവർ കൊണ്ടുവന്ന വോട്ട് അത്രയും അൻവർ കൊണ്ടുപോയി. പാർട്ടിക്ക് അവിടെ കിട്ടേണ്ട വോട്ടുകളൊക്കെ കിട്ടി, പക്ഷെ അൻവർ കൊണ്ടുവന്ന വോട്ടുകൾ മുഴുവനും അൻവർ കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് അൻവർ ഒരുപക്ഷെ UDF-ലായിരുന്നെങ്കിൽ UDF-ൻ്റെ ഭൂരിപക്ഷം എന്താകുമായിരുന്നു? പാർട്ടിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, വെറും ഒരു ഉപതെരഞ്ഞെടുപ്പ് പരാജയമല്ല സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ കാറ്റ് മാറി വീശുകയാണ് എന്ന് തിരിച്ചറിവ് അല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പിണറായി വിജയനായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കുന്നതെന്ന് ഒരു പാർട്ടി തന്നെ തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ടാണല്ലോ വയസ്സുള്ളവർക്ക് കൊടുത്തത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന് ഇലക്ഷന് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നത് പലരും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രതിസന്ധി. കാരണം അങ്ങനെ ഒരു പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയും പല പേരുകൾ ഉയർന്നു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പരിഗണിക്കുന്ന പേര് ഗോവിന്ദനാണല്ലോ. അതും ലക്ഷ്യമിട്ടായിരിക്കുമോ ഇത്തരം നീക്കങ്ങൾ? തീർച്ചയായിട്ടും ഗോവിന്ദൻ, കാരണം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കും മുഖ്യമന്ത്രിയാകുക. എന്തുകൊണ്ട് ശൈലജ ടീച്ചർക്ക് കുറി വീണില്ല? ശൈലജ ടീച്ചർ എന്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചർ പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ? അല്ലല്ലോ. അപ്പോൾ ആ ശൈലജ ടീച്ചർ എപ്പോഴും CPM-നെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിയാകുന്നത്, പാർട്ടി സെക്രട്ടറി ആകുന്നതൊക്കെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നു വരുന്ന, നമ്മൾ കണ്ടുവരുന്ന കാഴ്ചതാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന VS മുഖ്യമന്ത്രിയായി. പക്ഷേ ഇടക്കാലത്ത് പാർട്ടിയിൽ അച്ചടക്കം ലംഘിച്ച പേരിൽ അദ്ദേഹത്തിനെ PB സ്ഥാനത്ത് നിന്നും മാറ്റി. നമുക്കറിയാലോ, 2006-2007 കാലത്ത് അദ്ദേഹത്തിനെ അച്ചടക്കം ലംഘിച്ചു എന്ന് ആരോപിച്ച് PB, എനിക്ക് തോന്നുന്നു 2007-ലാണോ 2008-ലാണോ, ആ വർഷങ്ങളിലാണ്, ഞാൻ വർഷം മറന്നുപോയി. ആ പത്രസമ്മേളനമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹവും പിണറായിയും നടത്തിയ പത്രസമ്മേളനങ്ങൾ. അതിൽ രണ്ടുപേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് പിണറായിയെ തിരിച്ചെടുത്തു, VS-നെ തിരിച്ചെടുത്തില്ല. അതുപോലെ പാർട്ടി സെക്രട്ടറി ആകണമെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കണം. അത് പാർട്ടിയിലെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന ഒരാൾ ഇദ്ദേഹമാണ്, ഗോവിന്ദനാണ്. പിന്നെയുള്ളത് വിജയരാഘവനാണ്. പിന്നെ ബേബി ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചു വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗോവിന്ദനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഒരു വീഴ്ചയുണ്ടായാൽ അതിൻ്റെ മെച്ചം കിട്ടുക ഗോവിന്ദനാണ്. അത് നന്നായിട്ട് അറിയുന്നയാളും ഗോവിന്ദനാണ്. ഗോവിന്ദൻ അത് എങ്ങനെയൊക്കെ എടുത്ത് പയറ്റും എന്ന് മാത്രമേ ഇനി നമ്മൾ അറിയേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇനിയിപ്പോൾ സംസ്ഥാന സമിതി കൂടി ചേർന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യും. എന്താണ് കാരണമെന്നൊക്കെ അവർ കണ്ടെത്തും. അപ്പോൾ അവിടെ ഇതെല്ലാം അവിടെയും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് CPM-ൻ്റെ ഒരു പ്രത്യേകത. അതാണ്. പക്ഷേ ഇപ്പോൾ അധികാരവും പണവും ഒക്കെ പിണറായി വിജയൻ്റെ കയ്യിലായതുകൊണ്ട് പിണറായി വിജയനെ ധിക്കരിച്ചോ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടോ മുന്നോട്ട് പോകാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ സംസ്ഥാന സമിതിക്കോ സാധിക്കില്ല. അത്രത്തോളം പിണറായി പാർട്ടിക്കുള്ളിൽ പിടിമുറുക്കിയിരിക്കുന്നു. പാർട്ടി എന്നാൽ പിണറായി എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ ചലനങ്ങളൊന്നും ഇതൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ ചർച്ചയൊക്കെ നടക്കും. ഒരു വശത്ത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത
കൂടുതൽ ആ എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഒരു രീതി ഇവിടെ ഉണ്ടാകും എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുകയുള്ളൂ. എന്തായാലും നമുക്ക് സംസ്ഥാന സമിതി കൂടി കഴിഞ്ഞ് അവിടുത്തെ വിശകലനം കൂടെ പുറത്തു വരട്ടെ. കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. അതിൽ ഇപ്പോൾ ഗോവിന്ദനെ ഒരു വിഭാഗം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വലിയ തോതിൽ പരിക്കുകളില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതിൽ നിന്ന് പുറത്തു ചാടാൻ ഗോവിന്ദന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.